അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ശാസിച്ച് സുപ്രീം കോടതി കൊളീജിയം വഹിക്കുന്ന ഭരണഘടനാ പദവിയുടെ മാന്യത കാത്തുസൂക്ഷിക്കണമെന്ന നിർദ്ദേശം വിവാദ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരണം നൽകാൻ ഹാജരായപ്പോഴാണ് കൊളീജിയം അതൃപ്തി അറിയിച്ചത്. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഇപ്പോൾ ശേഖർ കുമാർ യാദവിനെ ശക്തമായി ശാസിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഈ വിശ്വ ഹിന്ദു പരിഷത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഡിസംബർ 8 നടത്തിയ വിവാദ പരാമർശങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഇന്നലെ സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെ ഹാജരായത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള കൊളീജിയത്തിന് മുമ്പാകെയായിരുന്നു അദ്ദേഹം ഹാജരായിരുന്നത്. ഈ ഹാജരായി തന്റെ ഭാഗം വിശദീകരിച്ചതിന് ശേഷമാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ കടുത്ത അതൃപ്തി സുപ്രീം കോടതി കൊളീജിയം അറിയിച്ചത്. തന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ വിവാദമാക്കിയായിരുന്നു ആയിരുന്നു ജസ്റ്റിസ് യാദവ് കൊളീജിയത്തിന് മുമ്പാകെ വിശദീകരിച്ചത്. എന്നാൽ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന് സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തെ അറിയിച്ചു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ കോടതിക്കുള്ളിലും അതുപോലെ തന്നെ പൊതു ചടങ്ങുകളിലും നടത്തുന്ന പ്രസംഗങ്ങൾ അത് അവർ വഹിക്കുന്ന ഭരണഘടനാ പദവിയുടെ മാന്യത ഉൾക്കൊള്ളുന്നതായിരിക്കണമെന്നാണ് ജസ്റ്റിസ് യാദവിനോട് സുപ്രീം കോടതി കൊളീജിയം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഉള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് നഷ്ടപ്പെടുത്തുന്നതാകരുത് ഈ പ്രസ്താവനകളെന്നും സുപ്രീം കോടതി കൊളീജിയം യാദവിനോട് പറയുകയും ചെയ്തു. ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂറോളമാണ് ഈ ജസ്റ്റിസ് യാദവ് ഈ കൊളീജിയത്തിന് മുമ്പാകെ ഹാജരായി തന്റെ നിലപാട് വിശദീകരിച്ചത്. പക്ഷേ ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഓരോ പരാമർശങ്ങളെയും ഈ ശക്തമായ വിയോജിപ്പ് ഈ കൊളീജിയത്തിലെ അംഗങ്ങൾ രേഖപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കൊളീജിയം ഈ ശാസനയ്ക്കും അതുപോലെ ഈ കടുത്ത അതൃപ്തിക്കും അപ്പുറം മറ്റെന്തെങ്കിലും നടപടികൾ എടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം നേരത്തെ ഈ യാദവിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് നിരവധി പരാതികളും മറ്റും ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടതിന് ശേഷം തുടർ നടപടികളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു സുപ്രീം കോടതി കൊളീജിയം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല. ശരി ബാലഗോപാൽ, എന്തായാലും ജഡ്ജിയുടെ മറുപടിയിൽ കൊളീജിയം അതൃപ്തിയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.